ഹലോ ഗൈസ്, നമ്മളൊരു ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി കേട്ടോ. ഞങ്ങളെ കൊണ്ട് കഴിയണ പോലെ ഉണ്ടാക്കിയ ഓരോ റെസിപ്പികളാണ് ഞങ്ങൾ ഇതിലിടുന്നത്. അപ്പം ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയത് വെല്ലുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ മൈദ വേണം, മുട്ട വേണം, പഞ്ചസാര വേണം, ഓയിൽ വേണം, നെയ്യ് വേണം, ഇതൊക്കെ വേണം കേട്ടോ. കൂട്ടത്തിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വേണം, സാധാ ചട്ടി വേണം. അപ്പോൾ അതിൽ വെല്ലുള്ളി അരിഞ്ഞ്, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെല്ലുള്ളി ഇട്ട് ഇതൊക്കെ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിക്ക് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി ഒപ്പം തന്നെ ഇറച്ചി വേവിച്ചാൻ വെച്ചു. ഇറച്ചി വെന്ത് വന്നപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ മസാലയ്ക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കരിവേപ്പിൻ്റെലും ചപ്പും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു, റെഡിയാക്കി ഫില്ലിങ് റെഡിയാക്കി വെച്ചു. ഇതിൽ വേണമെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ഇടാം. പക്ഷേ ഞങ്ങളത് ഇടുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ചോയ ഇഷ്ടമല്ല, അതിൻ്റെ ചോവ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അത് ഇടുന്നില്ല. പിന്നെ ഇത് നറുക്കാൻ വേണ്ടിയിട്ട് മൈദ കുഴച്ചിട്ടുണ്ട്. മൈദ കുഴച്ച് ചപ്പാത്തി പരത്തി, ഒരു ചപ്പാത്തി പരത്തി അതിൽ ഫില്ലിങ് ഇട്ടു. അടുത്ത ചപ്പാത്തി പരത്തിയതും അതിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചിട്ട് ചട്ടി വെച്ച് ഓയിൽ വാർന്ന് അതൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പഞ്ചസാര ഇട്ടിട്ട് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ്, അതിൽ പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ആ അടിച്ച മുട്ടയിൽ അതൊന്ന് മുക്കിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നെയ്യ് ഒഴിച്ച് അതിലിട്ട് ഒന്ന് മറിച്ചിട്ട് പുറപ്പുറം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇറച്ചിപ്പത്തിരി റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ കൂടെയുള്ള സുനി എന്ന് പറയുന്നത്. സുനിത എന്നുള്ള പേര്. ഞങ്ങൾ കുട്ടിമാളെ എന്ന് വിളിക്കണം. ഓളെ ചട്ടിപ്പത്തിരി നല്ല അടിപൊളി ചട്ടിപ്പത്തിരി എന്നതോളോളെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൂടി അവിടെ കാറൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങൾ കഴിച്ചു. അതും തന്നെ നമുക്ക് കാണാനൊക്കെ നല്ല ഒരു വൈബുള്ള സ്ഥലം തന്നെ ആയിരുന്നു. നമ്മൾ തേക്കിൻ്റെ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് ഈ ഒരു വിഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക, എല്ലാവരും കൂടി നല്ല സന്തോഷകരമായിട്ട് അവിടെ ഇരുന്ന്. കത്തി കുറച്ച് മൂർച്ചം കുറവായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. അത് എടുത്തു പോകുന്ന കത്തി മാറിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങളിതായി ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഉള്ളിലെ ഫില്ലിങ് വളരെ ഇതായിരുന്നു, ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓളെന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ അറിയാത്ത കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നുള്ളത്. അല്ല, ഞങ്ങൾ ഒരുപാട് ദൂരം ചെന്നതിന് ശേഷമാണ് കേട്ടോ ഇത് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട് ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ. അപ്പോൾ അവിടെ പോയതിന് ശേഷമാണ് ഞങ്ങളിതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചത്. ഓരോരുത്തരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ വഴിയേ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.